ഡിയർ ഫ്രണ്ട്സ്, ഇത് മലയാളം പ്രണയകഥകളാണ്. ഈ കഥയുടെ ആദ്യ ഭാഗം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം അത് കണ്ടിട്ട് വരാൻ മറക്കരുതേ. കാരണം ഇന്നത്തെ ഭാഗം അതിൻ്റെ തുടർച്ചയാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കഥ തുടങ്ങാം. ദേവുവിൻ്റെ ഫോണിൽ കണ്ട ഗൗരിയുടെ ഫോട്ടോയും അതിന് താഴെ കൊടുത്ത വാർത്തയും വായിച്ച് രാമച്ചൻ്റെ നെഞ്ചിലൊരു വെള്ളിരി വെട്ടി. ചതിച്ച ഈശ്വര. ദേവു, ഞാൻ ആ പെണ്ണിനെ പിടിച്ചു വെക്കാം. നീ വേഗം ചെന്ന് അതിനെ കെട്ടാൻ ഒരു കയറോ തുണിയോ മറ്റോ എടുത്തു വാ. വേഗം വേഗം ചെല്ലേ. ഭഗവതി, എൻ്റെ സരസ്വതി. അയാൾ നെഞ്ചത്തടിച്ചു പോയി. ചെടി നനച്ചിരുന്ന പൈപ്പ് താഴെയിട്ട് വല്ലാത്തൊരു വെപ്രാളത്തോടെ അകത്തേക്ക് നടന്നുകൊണ്ടയാൾ ദേവുവിനോട് പറഞ്ഞു. ദേവു രാമച്ചൻ പറഞ്ഞ പോലെ കയറ് തിരഞ്ഞു. ധൃതിയും പേടിയും വെപ്രാളവും ഒരുപോലെ ഉള്ളതുകൊണ്ട് എത്രയൊക്കെ തിരിഞ്ഞിട്ടും ഒരു കയറ് കിട്ടാൻ വകയില്ല. ദേവന് ദേഷ്യം വന്നു. കൂടുതൽ തിരയാൻ നിന്നില്ല. സരസ്വതിയമ്മ തുണികൾ അലക്കി വെച്ചിരുന്ന ഉമ്മറത്തെ അയലങ്ങ് പൊട്ടിച്ചു. രാമച്ചൻ്റെ വെളുത്ത മുണ്ടും കള്ളിഷർട്ടും സരസ്വതിയുടെ നീല കോട്ടൺ സാരിയും മണ്ണിൽ കിടന്നു. അകത്തേക്ക് ഓടുന്ന ദേവുവിൻ്റെ ചെരുപ്പിടാത്ത കാൽപാദം അതേപടി ആ വസ്ത്രങ്ങളിൽ പതിഞ്ഞു. അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്ന ഗൗരിയെ രാമച്ചൻ അടുക്കള വാതിലിൽ ഒളിഞ്ഞു നിന്ന് സൂക്ഷ്മം നിരീക്ഷിച്ചു. 3 കൂട്ടം കറിയും പാലപ്പവും പുട്ടും ഒരു ദിവസം മുടക്കില്ലാതെ ഉണ്ടാക്കണം. അതും എൻ്റെ കൈകൊണ്ട്. അത് നിർബന്ധ ശേഖരൻ സാറിന്. സരസ്വതിയുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്നതിൻ്റെ രുചിയൊന്ന് വേറെ തന്നെയാ കേട്ടോ. കയ്പ് കഴിഞ്ഞ് കൈയും കഴുകി ഒരു പറച്ചില. അത് കേട്ടാൽ മതി, എൻ്റെ മനസ്സ് നിറയും. അപ്പം ചുടുന്ന ഗൗരിയുടെ അടുത്ത് നിന്ന് ചുവന്നുള്ളി തൊലി നീക്കിക്കൊണ്ട് സരസ്വതിയമ്മ പറയുകയാണ്. തള്ളി മറിക്കടി. നിൻ്റെ ഈ തള്ളു കേട്ട പെണ്ണിന് ഭ്രാന്ത് മൂക്കും. ആ ചൂട് ചട്ടി എടുത്താവും അവൾ നിന്നെ തല്ലാൻ പോണത്. സരസ്വതി അമ്മയുടെ ഗൗരിയോടുള്ള തള്ളി കേട്ട് രാമച്ചൻ മനസ്സിൽ പറഞ്ഞു. പിന്നെ ശബ്ദമുണ്ടാക്കാതെ പതുങ്ങി ഒരു കള്ളനെ പോലെ അവരുടെ അടുത്തേക്ക് നടന്നു. 2 പേരും തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ രാമച്ചൻ്റെ സ്ലോ മോഷനിലുള്ള നടത്തം ആരും അറിഞ്ഞില്ല. അവിടെ നിൽക്കടി, നിന്നെ ഞാൻ. ദേവു വേഗം വാ. ഗൗരിയുടെ പിന്നിലൂടെ ചെന്ന് ഉടുമ്പ് പോലെ വീടാതെ പിടിച്ചുകൊണ്ട് രാമച്ചൻ ഉറക്കെ ദേവുവിനെ വിളിച്ചു. ഗൗരി ഞെട്ടി വിറച്ചുപോയി. പെട്ടെന്നൊരാൾ വന്ന് തന്നെ വരിഞ്ഞു മുറുക്കിയതും അവൾ അതേ നിമിഷം തന്നെ കുതറി മാറാൻ തുടങ്ങി. എന്നെ വീട് രാമച്ച, ഗൗരി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എത്ര പറഞ്ഞിട്ടും രാമച്ചൻ വിടുന്നില്ലെന്ന് കാണി ഗൗരി അവളുടെ സകല ശക്തിയും വെച്ച് കുതറിക്കൊണ്ടിരുന്നു. വീടെന്നെ, വീട് രാമച്ച. അവളുടെ നേർത്ത ശബ്ദം അതുവരെ ഉള്ളതിനേക്കാൾ അല്പമൊന്ന് ഉയർന്നു. എങ്കിലും അധികം ഉച്ചയില്ല അവൾക്ക്. ആ പെണ്ണിനെ വിടു മനുഷ്യ, നിങ്ങൾക്ക് ഭ്രാന്തായോ? സരസ്വതിയമ്മ രാമച്ചനെ പിന്നിൽ നിന്നും ആഞ്ഞു വലിച്ചു. യോ! ആരോഗ്യത്തിൽ മുൻപന്തിൽ സരസ്വതിയമ്മ തന്നെയായിരുന്നു. അവരുടെ വലി രാമച്ചൻ നടുവും തല്ലി താഴെ വീണു. ഗൗരിയെ വലിച്ച് സരസ്വതിയമ്മയുടെ പിന്നിലേക്ക് നിർത്തി. കിതപ്പോടെ രാമച്ചനെ നോക്കി കണ്ണുരുട്ടി. എൻ്റെ നടു ഒടിഞ്ഞല്ലേ ഈശ്വര. എടി സരസ്വതി, അവളെ ഒട്ടി നിൽക്കാതെ ഇങ്ങോട്ട് വന്ന് എന്നെ എഴുന്നേൽപ്പിക്കടി മൂദേവി. നടു ഇടിച്ചു വീണ രാമച്ചൻ വേദനയോടെ വിളിച്ചു. വേണേ തന്നെ അങ്ങ് എണീക്ക് മനുഷ്യ. ഓരോ ഭ്രാന്ത് എന്ന് കാണിച്ചതും പോരാ. നിങ്ങൾക്കിത് എന്തിൻ്റെ കേടാ? ഇപ്പം എന്താ നിങ്ങൾ കാണിച്ചേ? വെളിവും വെള്ളിയാഴ്ചയും നഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? തൻ്റെ മുമ്പിൽ വെച്ച് മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കയറി പിടിച്ചതിലുള്ള ദേഷ്യം അവരുടെ മുഖത്ത് തെളിഞ്ഞു നിന്നു. വെളിവില്ലാത്തത് നിന്റെ തന്ത നാരായണനെ. എടി, അവൾക്ക് ഭ്രാന്താടി. അവളുടെ കൈ കൊണ്ട് ചാവേണ്ടെങ്കിൽ ഇങ്ങോട്ട് മാറി നിൽക്ക് നീ. രാമച്ചൻ വായിൽ വന്നത് മുഴുവൻ പറയാതെ പല്ല് ഞെരിച്ചുകൊണ്ട് സരസ്വതി അമ്മയെ നോക്കി. എന്താന്ന്? സരസ്വതി അമ്മയ്ക്ക് രാമച്ചൻ പറയുന്ന ഒന്നും മനസ്സിലായില്ല. എൻ്റെ സരസ്വതി, നിന്റെ പിന്നിൽ നിൽക്കുന്ന ആ പെണ്ണിന് ഭ്രാന്താണ്. ഫോണിൽ മുഴുവൻ ഇവളെ കാണാനില്ലെന്നും പറഞ്ഞ് വാർത്ത വന്നിരിക്കുന്നു. കഴിയുമെങ്കിൽ ഒന്ന് പിടിച്ചു വെക്കടി അവളെ, ഇല്ലേ പ്രശ്നമാകും. രാമച്ചൻ നടുവൊഴിഞ്ഞ് മെല്ലെ അവിടെ എവിടെയോ പിടിച്ചെഴുന്നേറ്റുകൊണ്ട് പറഞ്ഞതും ഗൗരിയുടെ കണ്ണിൽ ഭയം നിറഞ്ഞു. തന്നെ നോക്കുന്ന രാമച്ചനെയും സരസ്വതി അമ്മയെയും ദേവുവിനെയും കാണെ അവളുടെ കാൽപാദം പിന്നിലേക്ക് വെച്ചു. എങ്ങോട്ടോടും എന്ന ഭാവത്തിൽ അവൾ 2 ഭാഗത്തേക്ക് നോക്കി വെപ്രാളപ്പെട്ടു. രാമച്ചൻ പറഞ്ഞത് കേട്ടതും ഒരു ഞെട്ടലോടെ സരസ്വതി അമ്മ ഗൗരിയെ നോക്കി. പിന്നെ തൊട്ടടുത്ത നിമിഷം തന്നെ അവളെ എത്തിപ്പിടിക്കാനായി ആഞ്ഞതും ഗൗരി ഓടി ഒരു റൂമിലേക്ക് കയറി വാതിലടിച്ചു. എടി, വാതിൽ തുറക്കടി ഗൗരി. സരസ്വതി അമ്മ വാതിൽ ശക്തിയായി നിർത്താതെ തട്ടിക്കൊണ്ടിരുന്നു. വീണിടത്തു നിന്ന് മെല്ലെ എഴുന്നേൽക്കാൻ തുടങ്ങിയ രാമച്ചൻ അതേപടി തലയ്ക്ക് കൈ കൊടുത്ത് നിലത്തേക്ക് തന്നെ ഇരുന്നു പോയി. പെണ്ണെ, എടി ഗൗരി, വാതിൽ തുറക്ക്. സരസ്വതിയമ്മ വാതിൽ നിർത്താതെ തട്ടി വിളിച്ചു. ഇല്ല, ഞാൻ തുറക്കില്ല.
എനിക്ക് ഭ്രാന്തില്ല, സത്യമായിട്ടും എനിക്ക് ഭ്രാന്തില്ല. ഈശ്വരനാണേ സത്യം. അവർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ. എന്നെ അവർക്ക് വിട്ടുകൊടുക്കല്ലേ. എനിക്ക് വയ്യ, ഇനിയും തല്ലും ചവിട്ടും കൊള്ളാൻ വയ്യ. എന്നെ പറഞ്ഞയക്കല്ലേ, ആരുടെ കൂടെ പറഞ്ഞയക്കല്ലേ. എനിക്ക് ഭ്രാന്തില്ല. വാതിലിലേക്ക് ചാഞ്ഞു നിന്നവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാതിലിലൂടെ ഊർന്ന് നിലത്തേക്കിരുന്നു. വീണ്ടും ആ ദുഷ്ടൻ്റെ കയ്യിൽ തന്നെ ചെന്നെത്തുമോ എന്ന ഭയം അവളെ പൊതിഞ്ഞു. അവൾക്ക് ഭ്രാന്തില്ലാന്ന് തോന്നുന്നു. ഗൗരിയുടെ കരച്ചിൽ കേട്ട് മനസ്സലിഞ്ഞ രാമച്ചൻ്റെ നേർത്ത സ്വരം. അത് കേട്ടതും സരസ്വതി അമ്മ രാമച്ചനെ നോക്കി കണ്ണുരുട്ടി. എന്നെ നോക്കി കണ്ണുരുട്ടണ്ട, അത് കരയുന്നത് കേട്ടില്ലേ, പാവം. രാമച്ചൻ മനസ്സലിവോടെ പറഞ്ഞു. ദേ മനുഷ്യ, എൻ്റെ നാക്കി നല്ല പുളിച്ചത് വരുന്നുണ്ട്. അത് കേൾക്കേണ്ടെങ്കിൽ മിണ്ടാതിരുന്നോ. നാട്ടിലുള്ള എല്ലാ വയ്യാവേലയും ഇത്ര കറക്റ്റായി എങ്ങനെയാ ദേവി ഇങ്ങേരുടെ അടുത്ത് തന്നെ എത്തുന്നത്? സരസ്വതിയമ്മ കൈ മേലോട്ട് ഉയർത്തി പറഞ്ഞു. നമുക്ക് പോലീസിനെ വിളിച്ചാലോ? അതാ നല്ലത്. രാമച്ചനെയും സരസ്വതിയമ്മയെയും നോക്കി ദേവു അവളുടെ അഭിപ്രായം പറഞ്ഞു. വേണ്ട, വിളിക്കല്ലേ, പോലീസിനെ വിളിക്കല്ലേ. അവർ എന്നെ കൊണ്ടുപോകും, ഉപദ്രവിക്കും, തല്ലും ചവിട്ടും. സത്യമായിട്ടും എനിക്ക് ഭ്രാന്തില്ല. ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്ക്. എന്നെ നിങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്ക്. അവരോട് ചോദിച്ചു നോക്ക്, എനിക്ക് ഭ്രാന്തില്ല, വിശ്വസിക്ക്. ദേവുവിൻ്റെ സംസാരം കേട്ടതും ഗൗരിയുടെ കരച്ചിൽ കൂടുതൽ ഉച്ചത്തിലുയർന്നു. സരസ്വതി. രാമച്ചൻ്റെ അലിവുള്ള സ്വരം. സരസ്വതിയും അല്പം ശാന്തത കൈവരിച്ചു. അവൾ പറയുന്നത് സത്യമാണെന്ന് തോന്നുന്നു, രാമച്ചൻ പറഞ്ഞു. എനിക്കും തോന്നുന്നു. ദേവു രാമച്ചനെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞു. സരസ്വതിയമ്മ ഒന്ന് ചിന്തിച്ചു. ഭ്രാന്തുള്ളവർ അതൊരിക്കലും സമ്മതിച്ചു തരില്ല. ആരോ പറഞ്ഞു കേട്ട വാക്കുകൾ അവർ നിഷേധാർത്ഥം തല ചലിപ്പിച്ചു. എന്നെ വിശ്വസിക്ക്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, എന്നെ വിശ്വസിക്ക്. ഗൗരി വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. രാമച്ചനും ദേവവും ഒരേ പ്രതീക്ഷയോടെ സരസ്വതിയമ്മയെ നോക്കുന്നു. എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്തിനാ രണ്ടും? ഞാനാണോ അവൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞത്? നിങ്ങൾ രണ്ടുമല്ലേ? സരസ്വതിയമ്മ ദേഷ്യത്തോടെ പറഞ്ഞു. രാമച്ചനും ദേവും ഒരുപോലെ ഞെട്ടി അവരുടെ ദേഷ്യത്തിൽ. ശിവ, വേണ്ട. നീ പറയുമ്പോൾ ഞാൻ വേണ്ടെന്ന് വയ്ക്കാൻ. നിന്റെ പേര് ചില്ലക്കൽ ശേഖരൻ എന്നല്ലല്ലോ പ്രകാശ, ആണോ? കയ്യിലുണ്ടായിരുന്ന നല്ല സ്വയംബൻ വാറ്റി വായിലേക്ക് കുത്തനെ കമഴ്ത്തി കൊണ്ടവൻ മുന്നിൽ നിൽക്കുന്നവനെ നേരെ ചോദ്യം ഉന്നയിക്കുമ്പോൾ പ്രകാശൻ്റെ കണ്ണുകൾ ഭയത്തോടെ അവർക്ക് ചുറ്റും കൂടി നിൽക്കുന്നവരെ നോക്കി. ഒരു സഹായത്തിനെന്നോണം. ശിവ, എന്നെ തല്ലിയാൽ നീ ഇവിടെ പ്രശ്നമുണ്ടാക്കിയത് ഞാൻ നിന്റെ അച്ഛനെ അറിയിക്കും. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് പേടിയാവുന്നു. ദേ കണ്ടില്ലേ, കേട്ടിട്ട് തന്നെ മുട്ട വിറയ്ക്കുന്നു. ശിവ മടക്കി കുത്തിയ കറുത്ത കരയുള്ള മുണ്ട് കുത്തയച്ച് വാ പൊത്തി. അമിതമായൊരു പേടി ഭാവിച്ചുകൊണ്ട് അല്പം പിന്നിലേക്ക് നിന്നു. പ്രകാശൻ്റെ കണ്ണിൽ ഭയം കൂടുന്നു. അടുത്ത നിമിഷം തല കുനിച്ചു നിൽക്കുന്ന ശിവന്റെ ചുണ്ടിൽ വന്യമായൊരു ചിരി തെളിയുന്നതവൻ അങ്ങേയറ്റം പേടിയോടെ നോക്കി. തന്തയെ പേടിച്ച് തല്ലു കൊടുക്കേണ്ടവന് അത് കൊടുക്കാതെ പിന്മാറാൻ ഞാൻ നിന്നെപ്പോലെയാണെന്ന് കരുതിയടാ. വല്ലാത്തൊരു മുരൾച്ചയോടെ പതിയെ തുടങ്ങിയ അവൻ്റെ വാക്കുകൾ പിന്നീട് പല്ല് ഞെരിച്ചുകൊണ്ടൊരു അലർച്ചയായി മാറി. ഒപ്പം അവൻ്റെ കരുത്തുറ്റ കാൽ പ്രകാശൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. പിന്നെ മറ്റൊരു മദ്യക്കുപ്പിയെടുത്ത് വായിലേക്ക് കമഴ്ത്തി. ചുറ്റും കൂടി നിന്നവർ ശിവയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് പ്രകാശനെ തല്ലാനുള്ള അവൻ്റെ ആവേശം കൂട്ടുന്നു. കൂടി നിന്നവരുടെ കൈയടിക്കനുസരിച്ച് മെല്ലെ തലയാട്ടി ചിരിക്കുകയാണവൻ. ശിവ, അടിച്ചൊടിക്കടാ അവൻ്റെ ആ കൈ. കൂട്ടത്തിൽ ഒരുത്തൻ മുന്നിലേക്ക് വന്ന് ആവേശത്തോടെ അതിലുപരി ദേഷ്യത്തോടെ പറഞ്ഞു. അടങ്ങ് സച്ചു, കൊടുക്കാം. അവന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടേ ഇന്ന് ശിവ ചിറയ്ക്കലെ പടി ചവിട്ടു. പോരെ. കുടിച്ചുകൊണ്ടിരിക്കുന്ന മദ്യം അവൻ്റെ വ്യക്തമല്ലാതെ ഉയറി തുടങ്ങുന്നുണ്ട്. ശിവരുദ്ധ രാജശേഖർ, ചിറയ്ക്കൽ രാജശേഖരൻ്റെയും സുഭദ്രാമയുടെയും 4 മക്കളിൽ രണ്ടാമത്തെ മകൻ. സച്ചുവും കൂട്ടരും പ്രകാശനെ തല്ലാനുള്ള ശിവയുടെ ആവേശം കൂട്ടി. ഇനി നിന്റെ ചൊറിച്ചിലും കൊണ്ട് പാർവതിയുടെ അടുത്തേക്കെങ്ങാനും പോയ പൊന്നു മോനെ, കെട്ടിക്കൊണ്ട് വന്ന് വീട്ടിലിരുത്തിയ ഭാര്യയും നിന്റെ കുഞ്ഞിനെയും നീ ഈ ഭൂലോകത്തുണ്ടാവില്ല. ഞാനാ പറയുന്നത്. തീർക്കുമെന്ന് പറഞ്ഞ ശിവ തീർത്തിരിക്കും നിന്നെ. പ്രകാശൻ്റെ കൈപ്പത്തി കാലടിയിൽ വെച്ച് ഞെരിച്ചുകൊണ്ട് ശിവ അവസാന വാണിംഗ് കൊടുത്തു. വേദന കാരണം പ്രകാശൻ അലറി കരഞ്ഞു. അവനെ വിട്ടേ ശിവ. ഇങ്ങനെ തല്ലിയൊടിക്കാൻ അവൻ നടന്നത് നിന്റെ പെങ്ങളുടെ പിന്നാലെയൊന്നും അല്ലല്ലോ, സച്ചുൻ്റെ പെങ്ങളെ പിന്നാലെയല്ലേ. അതവൻ ചോദിച്ചോളും. അവിടെ കൂടിയവരിൽ ആരോ പ്രകാശൻ്റെ പക്ഷം ചേർന്ന് ശബ്ദമുയർത്തി പറഞ്ഞു. അവൻ്റെ പെങ്ങള് ഈ ശിവയുടെയും കൂടെ പെങ്ങളാ രാജീവ. നിനക്കതറിയില്ലേ? ഇനിയിപ്പോൾ സച്ചുവിൻ്റെ കൈക്കൊണ്ട് ഇവന് 2 കിട്ടാത്ത വിഷമമാണെങ്കിൽ സച്ചു
ഡാ മോനെ, കൊടുത്തേ, നമ്മുടെ പ്രകാശനല്ലേ, എന്താ വേണ്ടതെന്നങ്ങ് കൊടുത്തേക്ക്. നാക്കുഴറി പറഞ്ഞുകൊണ്ടവൻ മെല്ലെ പിന്നിലേക്ക് നീങ്ങി നിന്നതും സച്ചുൻ്റെ കാലുകൾ പ്രകാശൻ്റെ നെഞ്ചും കൂടി നോക്കി ആഞ്ഞു ചവിട്ടിയിരുന്നു. പ്രകാശൻ നെഞ്ച് കലങ്ങി പിടഞ്ഞുപോയി. കൊല്ലാതെ സച്ചു, നീ ഇവനെ കൊന്ന് ജയിലിൽ പോയാ പിന്നെ എനിക്കാരാടാ ഉള്ളേ? കളി തീരാതെ പ്രകാശനെ ചവിട്ടുകൂട്ടുന്ന സച്ചുവിൻ്റെ അടുത്തേക്ക് വന്ന് അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ശിവ കുറച്ച് സൈലൻ്റായി പറഞ്ഞു. ശിവ, ഡാ ഓടിക്കോ, നിന്റെ അച്ഛൻ വരുന്നുണ്ട്. ആരോ ഓടി വന്ന് പറഞ്ഞതും ശിവ സച്ചുവിനെ വിട്ട് ഓടി കഴിഞ്ഞിരുന്നു. അങ്ങ് താഴോട്ട് കുത്തനെ ഇറക്കമുള്ള തെങ്ങിൻ തോപ്പിനിടയിലൂടെ ശിവ തിരിഞ്ഞു നോക്കാതെ മുണ്ടു മടക്കി കുത്തി ഓടി. അവന് പിന്നാലെ തന്നെ സച്ചുമുണ്ട്. വളഞ്ഞു തിരിഞ്ഞുള്ള ഏത് വഴി ഓടിയാലും അവസാനം രണ്ടാളും ചെന്നെത്തുക സച്ചുവിൻ്റെ വീട്ടുമുറ്റത്താണ്. കുടിച്ച കള്ളിൻ്റെ കെട്ടൊക്കെ ആ ഓട്ടത്തിൽ തന്നെ ഇറങ്ങിക്കാണും. അമ്മാതിരി ഓട്ടമാണ് രണ്ടും ഓടുന്നത്. അച്ഛനെ പേടിച്ച ശിവ ഓടിയതെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ തെറ്റി. അച്ഛനെ പേടിയും ബഹുമാനം ഒക്കെ ഉണ്ടെങ്കിലും ഓടിയത് അതിനല്ല. ഇപ്പോൾ അവിടുന്ന് അവൻ ഓടിയില്ലേ, അത്രയും പേരുടെ മുന്നിൽ വെച്ച് ആ പ്രകാശനോട് മാപ്പ് പറയിക്കും അവൻ്റെ അച്ഛൻ. ചിറക്കൽ രാജശേഖരൻ. ആൾ ആ നാട്ടിൽ ഒരറിയപ്പെടുന്ന പ്രമാണിയാണ്. നല്ല ഉശിരും ചങ്കൂറ്റവുമുള്ള ആണൊരുത്തൻ. അതാണ് അയാൾ. പുലിക്ക് പിറന്നത് പിന്നെ പൂച്ചക്കുട്ടിയാവില്ലല്ലോ അല്ലേ? അതെ, ഉശിരും ചങ്കൂറ്റത്തിലും കരുത്തിലും എല്ലാം ശിവ അച്ഛൻ്റെ മകൻ തന്നെയാണ്. ഒരുപക്ഷെ സ്വഭാവം കൊണ്ടും ദേഷ്യം കൊണ്ടും വാശി കൊണ്ടും എല്ലാം മറ്റു 3 മക്കളേക്കാൾ അച്ഛനോട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് ശിവ തന്നെയാണ്. അതുകൊണ്ട് അച്ഛനും മകനും തമ്മിൽ അത്ര വലിയ രസത്തിലല്ല ഇപ്പോൾ. ഒരു കാട്ടിൽ 2 രാജാവ് ഉണ്ടാവില്ല എന്ന് പറയും പോലെയാണ് ചിറക്കൽ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ. ശിവ ചെയ്യുന്നത് ശരിയാണെങ്കിൽ കൂടി അത് സമ്മതിച്ചു കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് രാജശേഖരന്. എല്ലാത്തിലും അച്ഛൻ്റെ പാത പിന്തുടരുന്നവനാണ് ഇക്കാര്യത്തിലും അങ്ങനെ തന്നെ. അച്ഛൻ ചെയ്യുന്നത് അച്ഛന് ശരിയായ കാര്യമാണെങ്കിൽ അവൻ ചെയ്യുന്നത് അവൻ്റെ ശരികളാണ്. ആർക്കു വേണ്ടിയും അതവൻ മാറ്റില്ല. ചുരുക്കി പറഞ്ഞ അച്ഛനാണോ ഉശിര് മോനാണോ ഉശിര് എന്നുള്ളൊരു പോരാട്ടമാണ് ഇപ്പോൾ എല്ലാ കാര്യത്തിലും. ഇതൊക്കെ പറഞ്ഞാലും വീട്ടിലൊഴികെ മറ്റൊരിടത്തും ശിവ അച്ഛനെ എതിർത്ത് സംസാരിക്കില്ല. അതുകൊണ്ട് തന്നെ അച്ഛനും മകനും തമ്മിലുള്ള കുടുംബ പ്രശ്നം നാട്ടിലാരും അറിയില്ലെന്ന് സാരം. ശിവരുദ്ധ്. കുടുംബത്തിൽ എല്ലാവരും ബിസിനസ് എന്നൊരൊറ്റ ലക്ഷ്യത്തിൽ വളർന്നവരാണ്. ശിവയും പഠിച്ചത് അത് തന്നെയാണ്. പക്ഷെ ഇവിടെ നാട്ടിൽ നിന്നല്ല ഡിഗ്രി കഴിഞ്ഞവൻ. അമേരിക്കയിലുള്ള രാജശേഖരൻ്റെ സഹോദരി ദേവായനയുടെ കൂടെ അവിടെയാണ് പഠിച്ചത്. നാട് വിട്ടു പോകാൻ താല്പര്യമില്ലാത്തവനെ നിർബന്ധിച്ച് നാട് കടത്തിയെന്ന് പറയുന്നതാവും കൂടുതൽ ശരി. പഠിപ്പ് കഴിഞ്ഞ് വന്നവൻ ഇപ്പോൾ നാട്ടിലെത്തിയിട്ട് 1 വർഷമാകുന്നു. പക്ഷെ നാട് കടത്തി മദ്യക്കാരനാക്കാൻ നോക്കിയ തൻ്റെ മകൻ അതേപടി അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ താന്തോന്നിയായാണ് തിരികെ വന്നത് എന്നാണ് രാജശേഖരൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ ബിസിനസ് കാര്യങ്ങളിലേക്കൊന്നും ശിവയെ അയാൾ ഇതുവരെ നിർത്തിയിട്ടില്ല. അതിലവനൊട്ട് സങ്കടവുമില്ല. ആവശ്യത്തിൽ കൂടുതൽ സമ്പത്തുള്ളത് കൊണ്ടും എത്ര ചോദിച്ചാലും രാജശേഖരൻ്റെ കണ്ണ് വെട്ടിച്ച് അവന് വേണ്ടതെല്ലാം കൊടുക്കാൻ സ്നേഹനിധിയായ ഒരു അമ്മയുള്ളത് കൊണ്ടും ശിവയുടെ കാര്യങ്ങൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. അതേസമയം തന്നെ ചേർത്തു പിടിക്കാത്ത അച്ഛന് മുന്നിൽ ജീവൻ പോയാലും ഒന്നിനും തല കുനിക്കില്ല, കൈ നീട്ടില്ല എന്നൊരു വാശിയും അവനുണ്ട്. സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് ശിവയ്ക്ക്. പക്ഷേ നാട്ടിൽ ചങ്കും ചങ്കിടുപ്പുമായി ഒരേ ഒരാളേ ഉള്ളൂ. തല്ലാനായാലും കൊല്ലാനായാലും തോളോട് തോള് ചേർന്ന് നിൽക്കുവാൻ കളിക്കൂട്ടുകാരൻ. ഓർമ്മ വെച്ച നാൾ മുതൽ എല്ലാത്തിനും അവനുണ്ട് കൂടെ. വിദേശത്ത് പഠിക്കാൻ പോയ സമയത്തൊഴിച്ച് ശിവയുടെ നിഴൽ പോലെ സച്ചു ഉണ്ട്. സച്ചു എന്നത് വിളിപ്പേരാണ്. ശരിക്കുമുള്ള പേര് സച്ചിദാനന്ദൻ എന്നാണ്. അയ്യോ അമ്മേ ഓടിവാ, അയ്യോ അമ്മേ ഓടിവാ. അയലിൽ ഉണക്കാനിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ ഓരോന്നായി തോളിൽ അടുക്കി വെച്ച് കൊണ്ടിരിക്കുന്ന പാർവതി തെങ്ങിൻ തോപ്പിൽ നിന്നും അവൾക്ക് നേരെ പാഞ്ഞു വന്ന രൂപത്തെ കണ്ടലറി വിളിച്ചു. എൻ്റെ പാറു, വിളിച്ചു കൂവാതെ, ഇത് ഞാനാടി പെണ്ണെ. ശിവ കാൽമുട്ടിന് കൈ താങ്ങി കിതച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങളെന്താ ശിവേട്ട മനുഷ്യനെ പേടിപ്പിക്കാൻ ഇറങ്ങിയതാണോ? പേടിച്ച് ജീവൻ പോയേനിപ്പോൾ. അല്ല, എവിടെ വാലെവിടെ? രണ്ടും കൂടെ കെട്ടിമറിഞ്ഞോടിയിട്ട് ഉരുണ്ടു മറിഞ്ഞു വീണോ? വന്നത് ശിവയാണെന്ന് കണ്ടതും പാർവതി നെഞ്ചിൽ കൈവച്ച ആശ്വാസത്തോടെ അവനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് ചോദിച്ചു. അയ്യോ, അവനിങ്ങോട്ട് എത്തിയില്ലേ? എൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നല്ലോ. ശിവ അവൻ്റെ ഷർട്ട് അയച്ച് അത് വെച്ച് കാറ്റ് വീശിക്കൊണ്ട് ഉമ്മറ തിണ്ണിലേക്ക് കയറി ഇരുന്നു കൊണ്ട് പറഞ്ഞു. കൈയില്ലാത്തൊരു വെള്ള ബനിയനും മുണ്ടുമാണ് ഇപ്പോൾ അവൻ്റെ വേഷം. നന്നായി വർക്കൗട്ട് ചെയ്ത് ദൃഢപ്പെടുത്തിയ ഉറച്ച ശരീരമാണ്. എങ്കിലും അധികം തടിയൊന്നുമില്ല. കഴുത്തിൽ അല്പം ഇറക്കമുള്ള ഒരു പൊന്നിൻ്റെ മാലയുണ്ട്. ലോക്കറ്റായി ഒരു കുഞ്ഞേലസും രുദ്രാക്ഷവും.
തിണ്ണയിലിരുന്ന് അല്പം മുന്നോട്ട് ആഞ്ഞാണ് അവൻ്റെ ഇരിപ്പ്. അതുകൊണ്ട് തന്നെ ആ മാല കഴുത്തിലും നെഞ്ചിലുമായി തട്ടിയാടുന്നുണ്ട്. എന്നാലും എൻ്റെ പിന്നാലെ വന്നതാണല്ലോ അവൻ. ഇനി അച്ഛൻ്റെ കയ്യിലെങ്ങാനും പെട്ടോ? ശിവ അളവില്ലാതെ കിടക്കുന്ന തെങ്ങിൻ തോപ്പിലേക്ക് നോക്കി ആലോചനയോട് ചോദിച്ചു. ആ, എന്നോട് തന്നെ ചോദിക്ക്. എൻ്റെ പിന്നാലെയാണല്ലോ വാലിന് തീ പിടിച്ചോടിയത്. പാർവതി ഒരു കെറുവോടെ പറയുന്നതിനോടൊപ്പം അരി നിന്നെടുത്ത വസ്ത്രങ്ങളുമായി അകത്തേക്ക് കടന്നു. അമ്മ എവിടെ? ഇവിടെ ഇല്ലേ? നീ ഇത്തിരി വെള്ളമെടുത്തേ കുടിക്കാൻ. കാവിട്ട് മിനുക്കിയ ഇരിപ്പുപടിയിൽ നടുനിവർത്തി കിടന്നുകൊണ്ടവൻ അകത്തേക്ക് കയറി പാർവതിയോട് വിളിച്ചു പറഞ്ഞു. പാറുട്ടിയെ, ഏട്ടന് കൂടി എടുത്തോ. അടുക്കള ഭാഗം വഴി നേരെ കിതപ്പോടെ വന്ന സച്ചും ശിവ പറഞ്ഞതിന് പിന്നാലെ വിളിച്ചു പറഞ്ഞു. ആ, നീ വന്നോ? എന്താടാ വൈകിയേ? സച്ചുവിനെ കണ്ടതും ശിവ അവനെ നോക്കി ചെരിഞ്ഞു കിടന്നുകൊണ്ട് ചോദിച്ചു. ഓ, ഒന്നും പറയണ്ട. നിന്റെ അച്ഛൻ്റെ മുന്നിൽ നിന്ന് ഓടിക്കരുത് സ്വന്തം അച്ഛൻ്റെ മുന്നിലേക്കായി പോയി. മോനെ കണ്ട വകയിൽ 2 കൊട്ട തേങ്ങ എൻ്റെ തോളത്തോട്ട് വെച്ചിട്ട് പറയാ, അച്ഛൻ്റെ മോൻ ഇതൊന്നും ആ വണ്ടിയിലേക്ക് വെച്ചേന്ന്. സ്വന്തം അച്ഛനായി പോയില്ലേ, ആ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തു. പറഞ്ഞിട്ടെന്താ, എൻ്റെ അത്ര നല്ല മനസ്സൊന്നും അങ്ങേർക്കില്ലടാ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തൊരു ഫാദർ. സച്ചു ശിവയുടെ അടുത്തേക്ക് കയറി ഇരുന്നു കൊണ്ട് ഷർട്ടയച്ച് സിറ്റൗട്ടിലെ കസേരയിലേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു. അതെന്താടാ, അച്ഛൻ കൂലി തന്നില്ലേ? അവൻ്റെ മുഖഭാവം നോക്കി ഒരു ചിരിയോടെ ശിവ ചോദിച്ചു. കൂലിയായിട്ടൊന്നും ചോദിച്ചില്ലടാ, എന്നാലും സ്വന്തം മോനല്ലേ, 500 രൂപ തന്നാലെന്താ? ആ, അത് ന്യായം. ശിവ ചിരിയോടെ തലയാട്ടി. അവനറിയാം ആ 2 കൊട്ടത്തേങ്ങ വണ്ടിയിലേക്ക് കയറ്റി വെച്ച് കൊടുത്തതിന് അച്ഛൻ കൂലി കൊടുക്കാത്ത കെറുവ സച്ചുവിൻ്റെ മുഖത്തിപ്പോഴുള്ളത്. പിന്നെ ന്യായം പറയില്ലേ? ഒന്നുമില്ലേലും ഞാനൊരു വക്കീലല്ലേടാ. സച്ചു ഇത്തിരി നെകിളിപ്പോടെ പറഞ്ഞു. പിന്നെ വലിയ വക്കീൽ, കേസില്ല വക്കീലെന്ന് പറയടാ. ശിവേട്ടാ, ഈ ഏട്ടൻ്റെ വക്കീൽ കോട്ട അമ്മ ഇന്നലെ കൊപ്ര ഉണക്കാനിട്ട കാക്കയെ ഓടിക്കാനെടുത്തത്. അമ്മ പറയുന്നത് അതുകൊണ്ടെങ്കിലും ഒരു ഉപകാരം ഉണ്ടാകട്ടെന്നാ. പാർവതി 2 പേർക്കുള്ള വെള്ളം എടുത്തുകൊണ്ടുവന്ന് കൊണ്ട് ശിവയെ നോക്കിക്കൊണ്ട് കാര്യമായി പറഞ്ഞു. ആഹാ, അതിനുള്ളത് ഞാൻ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുള്ളതാ എൻ്റെ റൂമിൽ കയറി ഉണ്ടാക്കാൻ നിൽക്കരുതെന്ന്. സച്ചു വല്ലാത്തൊരു ദേഷ്യത്തോടെ പാർവതിയെ നോക്കി പേടിപ്പിച്ചു. പിന്നെ അതിനകത്ത് നിധി കൊണ്ട് വെച്ചിരിക്കുകയല്ലേ. ഈ ഏട്ടന് ചില നേരത്ത് ഒരുമാതിരി ചീഞ്ഞ സ്വഭാവ. തന്നെ നോക്കി പേടിപ്പിക്കുന്ന ഏട്ടനെ നോക്കി പാർവതി ശിവൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്ന് അവനോട് പരിഭവം പറഞ്ഞു. ആണോടാ, നീ ചീഞ്ഞു തുടങ്ങിയോ? ശിവ പാർവതിയുടെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങി കുടിച്ചുകൊണ്ട് സച്ചുനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അതിപ്പോൾ നിന്റെ കൂടെയല്ലേ നടപ്പ്, ചെയ്യാതിരിക്കോ? ഓ പിന്നെ, ഇനി അതും എൻ്റെ നെഞ്ചത്തേക്കിടടാ നാറി. ഞാൻ പോവാ. നീ ചെയ്യാത്ത വല്ലവന്മാരെയും കിട്ടുമെന്ന് നോക്ക്. ശിവ ചുമ്മാ ഒരു ദേഷ്യം നടിച്ചുകൊണ്ട് തെണ്ണയിൽ നിന്നും ചാടിയിറങ്ങി അഴിച്ച ഷർട്ടെടുത്ത് തോളത്തിട്ട് മുന്നോട്ട് നടന്നു. ശിവേട്ടാ, അമ്മ നല്ല കപ്പയും ബീഫും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് പോകാം. പാർവതി ചിരിയോടെ അവനോട് വിളിച്ചു. ഓ, എനിക്കൊന്നും വേണ്ട, എടുത്തവൻ്റെ അണ്ണാക്കിലോട്ട് കമത്ത്. ശിവ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു. ഡാ വാടാ. തിരിച്ചു വരാതെ മുന്നോട്ട് നടക്കുന്നവനെ കാണി സച്ചും വിളിച്ചു. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞത് നീ കേട്ടില്ലട ഓളെ. പാറുട്ടി, നിങ്ങൾ കഴിച്ച് ബാക്കിയുണ്ടേ ഇത്തിരി വീട്ടിലേക്ക് കൊടുത്തേക്ക്. ഞാനും കുഞ്ഞോളും കൂടെ കഴിച്ചോളാം. കുഞ്ഞോളെന്ന് കേട്ടതും സച്ചും വേഗം എഴുന്നേറ്റ് അവൻ്റെ റൂമിലേക്ക് നടന്നു. ഡാ ശിവ, നിന്നെ. ഡാ കോപ്പേ. സച്ചു കയ്യിലൊരു പേപ്പർ മടക്കി പിടിച്ചുകൊണ്ട് ശിവയുടെ പിന്നാലോടി. അത് കാണേ തന്നെ ശിവ ചിരിക്കുന്നുണ്ട്. ഡാ നാറി, ഒന്ന് നിൽക്കടാ. ദേ, ഇതൊന്ന് കുഞ്ഞോൾക്ക് കൊടുക്കണം. ഞാൻ തന്നതാണെന്ന് പറഞ്ഞാൽ മതി. ശിവയുടെ പിന്നാലെ ചെന്ന് അവനെ പിടിച്ച് തിരിച്ചുകൊണ്ട് സച്ചു ആ പേപ്പർ ശിവയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. പിന്നെ എനിക്കതല്ലേ പണി, വേണേ കൊണ്ടുപോയി കൊടുക്കടാ, എനിക്കൊന്നും വയ്യ. ഡാ കളിക്കല്ലേ. ഇന്നലെ കണ്ടപ്പോൾ കൊടുക്കാൻ കഴിഞ്ഞില്ല, ഇന്ന് കൊടുത്തില്ലേ പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടായില്ല. അവൾക്കും. സച്ചു ആ പേപ്പർ ശിവയുടെ ഷർട്ടിൻ്റെ പോക്കറ്റിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു. ഈ വഞ്ചി എന്തെങ്കിലും ഒന്ന് കരയ്ക്കടുത്ത് കണ്ടാൽ മതി എൻ്റെ സച്ചു. ഇല്ലേ നീ മൂത്ത് നരച്ചിങ്ങനെ നിൽക്കും, പറഞ്ഞേക്കാം. ഇല്ലടാ, ഇനി ഈശ്വരൻ ഞങ്ങളെ കൈവിടില്ല, നീ നോക്കിക്കോ. സച്ചു ഒരു ചിരിയോടെ ശിവയെ നോക്കി കണ്ണ് ചിമ്മി. പരമശിവന് അറിയാം ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കുമെന്ന്. അച്ഛനറിഞ്ഞ തല പോകുന്ന കേസാ. കുറേ കാലം കൂടി ഇങ്ങനെ പോകാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല സച്ചു. വർഷം 1 ഞാനും അപ്പനും ഈ വിഷയത്തിൽ കൊമ്പ് കുറുക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ കാര്യം വീട്, അങ്ങേരത് എന്ത് വേണമെങ്കിലും പറഞ്ഞുണ്ടാക്കട്ടെ. പക്ഷേ അച്ഛൻ്റെ സ്വഭാവം അറിയാലോ. ഇനിയും അവളെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് മറ്റൊരുത്തൻ്റെ കൈ പിടിച്ച് കൊടുക്കേണ്ടി വന്നാൽ ജീവിച്ചിരിക്കില്ല ആ പെണ്ണ്. നിന്നെ വിശ്വസിച്ച ഞാനീ നിൽക്കുന്നത്, ഓർമ്മ വേണം.
എല്ലാം ഓർമ്മയുണ്ടടാ. നീ ചെല്ല്. നിന്റെ കുഞ്ഞോളെ എൻ്റെ കുഞ്ഞോളാക്കി ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കും. എന്നിട്ട് നിന്നെ ഞാൻ അളിയാന്ന് വിളിക്കും. എന്ത് വിളിക്കും? അളിയാന്ന്. ഏത് കാലമാണോ എന്തോ. എടാ പിന്നെ അവളിപ്പോൾ നിന്നെ മൈൻഡ് ചെയ്യാത്തതിന് നിനക്ക് വേലയും കൂലിയും ഒന്നും ഇല്ലാന്ന് ചിന്തിച്ചിട്ടാവും. അതിനും സാധ്യതയുണ്ട്. ഇടയ്ക്കെങ്കിലും ഒന്ന് കോടതി പോയി വാടാ മോനെ. വിളിച്ചാൽ കൂടെ ഇറങ്ങി വരാൻ എൻ്റെ പെങ്ങൾക്കൊരു ധൈര്യം വേണ്ടേ? അല്ലാതെ എന്ത് കണ്ട് നിന്റെ കൂടെ വരാനാ അവള്? സച്ചുവിൻ്റെ മുടിയും മുഖവും ഒക്കെ തലോടിക്കൊണ്ടവൻ ഇത്തിരി കാര്യമായി ഉപദേശിച്ചു. മോനെ ശിവ, വാരല്ലേ, ഇന്ന് ഇത്രയും മതി. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്നേക്കാൾ മൂത്തതാ, ആ ഓർമ്മ വേണം. എന്തോ ഇങ്ങനെ? എന്തേ, സത്യല്ലേ? പിന്നെ ഒരു ചാറ്റിയാം. നിന്നെ നിൻ്റെ അമ്മ 8-ാം മാസം പെറ്റിട്ടെന്ന് കരുതി 10 മാസം തികച്ച് എൻ്റെ അമ്മയുടെ വയറ്റിൽ കിടന്ന് നല്ല പാകത്തിൽ ജനിച്ച എന്നെ നീ ഇളവനൊക്കെ നോക്കലുണ്ടല്ലോ. ഒരു മൂപ്പം വന്നേക്കുന്നു. പോടാ. തികഞ്ഞ പുച്ഛത്തോടെ സച്ചുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് ശിവ തെങ്ങിൻ തോപ്പിനിടയിലൂടെയുള്ള ഒരു കയറ്റം കയറി പറമ്പ് വഴിയിലൂടെ മുന്നോട്ട് നടന്നു. ഷാപ്പിൽ നിന്ന് അച്ഛൻ നേരെ വീട്ടിലെത്തിയിട്ടുണ്ടാകും. മുന്നിൽ പെടാതെ വേഗം റൂമിൽ കയറി പറ്റണം, ഇല്ലെങ്കിൽ ഉപദേശം കേട്ട് ചാവും. രാമച്ച, ഞാൻ സത്യ പറയുന്നേ, എന്നെ വിശ്വസിക്ക്. അവരുടെ കൂടെ എന്നെ വിടല്ലേ, ചത്ത് കളയും ഞാൻ. ഗൗരി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. നേരം കുറേയായി അവൾ ആ റൂമിൽ കയറി കതകടച്ചിട്ട്. രാമച്ചനും സരസ്വതി അമ്മയും ദേവും കഴിച്ചിട്ടിറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിൽ പുറത്തിരിക്കുകയാണ്. ഗൗരിയുടെ ഹൃദയം പൊട്ടിയുള്ള കരച്ചിൽ അവരുടെ മനസ്സലയിക്കുന്നുണ്ട്. എങ്കിലും മുന്നോട്ടെങ്ങനെ നീങ്ങണമെന്ന് അറിയില്ല. രാമച്ചൻ്റെ ദയനീയമായ നോട്ടം സരസ്വതി അമ്മയിലാണ്. അവിടുന്ന് ഒരു തീരുമാനം പറയാതെ ഇനി മുന്നോട്ടൊരു വാക്ക് അയാൾക്കില്ല. രാമച്ച, അവർ കള്ളന്മാരാ, ചാദ്യന്മാരാ. എന്നെ ഒന്ന് വിശ്വസിക്ക്. ഞാനെല്ലാം പറയാം. ഈശ്വരനാണെ ഞാൻ എല്ലാ സത്യവും പറയാം. ഗൗരി അപേക്ഷിച്ചു കൊണ്ടിരുന്നു. നീ ആദ്യം ഈ വാതിൽ തുറക്ക്, രണ്ടും കൽപ്പിച്ച് സരസ്വതിയമ്മ പറഞ്ഞു. വേണ്ട, നിങ്ങൾ എന്നെ അവർക്ക് പിടിച്ചു കൊടുക്കും. ഞാൻ തുറക്കില്ല, ഗൗരി പേടിയോടെ പറഞ്ഞു. അങ്ങനെ പിടിച്ചു കൊടുക്കാൻ നീ കഥക് തുറക്കണമെന്നൊന്നുമില്ല. പോലീസിനെ വിളിച്ചൊന്ന് പറഞ്ഞാൽ മതി. നീ തുറക്ക്. എന്നിട്ടെന്താ നിനക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പറ. പറയുന്നത് സത്യമാണെന്ന് തോന്നിയാൽ ഞങ്ങൾ നിന്നെ സഹായിക്കും. ഇല്ലെങ്കിൽ അതും ഞങ്ങൾ പറയും. അപ്പോൾ ഞങ്ങൾക്കൊരു പണിയുണ്ടാക്കാതെ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോണം. തുറക്ക്, സരസ്വതിയമ്മ ഗൗരവത്തോടെ പറഞ്ഞു. ഞാൻ പറയുന്നത് സത്യമാണ്, ഗൗരി തേങ്ങലോടെ വളരെ പതുക്കെ പദം പറഞ്ഞു. നീ വാതിൽ തുറക്ക് പെണ്ണെ, എന്നിട്ട് ഞങ്ങളുടെ മുഖത്ത് നോക്കി കാര്യം പറ. അടുത്ത് നിൽക്കുന്ന രാമച്ചനെ ഒന്ന് നോക്കിക്കൊണ്ട് സരസ്വതിയമ്മ ആ ഡോറിൽ തട്ടി. പേടിയോടെയാണെങ്കിലും ഗൗരി അവൾക്ക് മെല്ലെ ഡോർ തുറന്നു കൊടുത്തു. കരഞ്ഞു കരഞ്ഞ് വാടി തളർന്നു പോയൊരു പെൺകുട്ടി. അവളുടെ അതരങ്ങളും കൺതടങ്ങളും മൂക്കിൻ തുമ്പും അത്രമേൽ ചുവന്നിരിക്കുന്നു. വാതിൽ തുറന്നു കൊടുത്തുകൊണ്ടവൾ ആ റൂമിൽ ഒരു മൂലയ്ക്ക് ചുരുണ്ടിരുന്നു. അവർ മൂന്നാളും റൂമിൽ കയറി. ഇനി പറ, എന്താ നിനക്ക് പറയാനുള്ളത്? സരസ്വതിയമ്മ കട്ടിലിൽ ചെന്നിരുന്നു കൊണ്ട് അവളോട് ഗൗരവത്തോടെ എന്നാൽ അല്പം സൗമ്യമായി ചോദിച്ചു. രാമച്ചനും ദേവും ഗൗരി ഓടിക്കളയരുതെന്ന കൂർമ്മ ബുദ്ധിയോടെ റൂമിൻ്റെ വാതിൽക്കൽ തടസ്സമായി നിന്നു. എൻ്റെ പേര് ഗൗരി എന്നല്ല, യാമി രവീന്ദ്രൻ. വീട് എറണാകുളത്താ. കണ്ണുനിറെ ഒലിക്കുന്ന കവിൾത്തടം അമർത്തി തുടച്ചുകൊണ്ടവൾ മെല്ലെ അവരോട് പറഞ്ഞു. നീ ആരെയും പേടിക്കുന്നേ? നിനക്ക് ശരിക്കും അസുഖമൊന്നുമില്ലേ? രാമച്ചൻ അലിവോടെ ചോദിച്ചു. എനിക്കൊരസുഖവും ഇല്ല. അവർ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ, ദുഷ്ടന്മാരാ. യാമി അവളുടെ മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ആരെക്കുറിച്ചാണ് നീ പറയുന്നത്? എൻ്റെ അമ്മയും അയാളും. അമ്മയോ? സരസ്വതിയമ്മ ഞെട്ടലോടെ ചോദിച്ചു. അമ്മ എൻ്റെ സ്വന്തം അമ്മച്ചിയല്ല. എൻ്റെ അമ്മ മരിച്ചതിന് ശേഷം പപ്പ മറ്റൊരു വിവാഹം കഴിച്ചു. ആ അമ്മ ദുഷ്ടയാ, വല്ലാതെ ഉപദ്രവിക്കും. ആ, അങ്ങനെ പറ. രണ്ടാനമ്മ പേരെടുത്തപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നതാ അല്ലേ? സരസ്വതിയമ്മ ഒരാശ്വാസത്തോടെ ചോദിച്ചു. പോരല്ല, എന്നെ കൊല്ലുകയായിരുന്നു. തല്ലുകൊള്ളാത്ത ഒരു ദിവസം പോലുമില്ല, വിശപ്പറിയാത്ത ഒരു രാത്രി പോലുമില്ല. അയാളെ പേടിച്ച് കട്ടിലിനടിയിൽ ഉറങ്ങുന്നത് പോലും. യാമി ഒരു പൊട്ടിക്കരച്ചിലോടെ അവർക്ക് മുട്ടുകാലിൽ മുഖം പോറ്റി കരഞ്ഞു. മോളെ, രാമച്ചൻ വേദനയോടെ അവളുടെ അടുത്തേക്ക് ചെന്നു. എന്നെ വിശ്വസിക്ക് രാമച്ച, ഞാൻ പറയുന്നത് സത്യമാ. നിങ്ങളെന്നെ അവർക്ക് പിടിച്ചു കൊടുത്താൽ അവരെന്നെ ആ വൃത്തികെട്ടവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കും. എനിക്കിഷ്ടമല്ല. രക്ഷപ്പെട്ടതാ ഞാൻ. പ്ലീസ് എന്നെ വിശ്വസിക്ക്. ഞാൻ നിങ്ങളോടെല്ലാം പറയാം. ഇനിയൊരു കള്ളവും പറയില്ല.
സത്യം, എൻ്റെ അച്ഛനും അമ്മയുമാണേ സത്യം. അടുത്തേക്ക് വന്ന രാമച്ചൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടവൾ ഒരു വെപ്രാളത്തോടെയും പരവേശത്തോടെയും പറഞ്ഞു.